ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 7. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിന്നെ മാധവിലേക്കെത്തി. ലക്ഷ്മിയുടെ അരികിൽ നിന്നുകൊണ്ട് അവളെ ശ്രദ്ധിക്കുന്ന മാധവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ ഒറ്റയ്ക്കാക്കാതെ നോക്കുന്നു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, അവർക്കായി റിസോർട്ടിലെ ഏറ്റവും മികച്ച സ്യൂട്ടുകളാണ് ഒരുക്കിയത്. ഓരോ കപ്പിൾസിനും പ്രത്യേകം റൂമുകൾ, വലിയ ഗ്ലാസ് ജാലകങ്ങൾ, പുറത്ത് കാടിന്റെ കാഴ്ച, സ്വകാര്യ ബാൽക്കണി, അകത്ത് രാജകീയമായ അലങ്കാരങ്ങൾ. എല്ലാം കണ്ടപ്പോൾ പെൺകുട്ടികൾക്ക് സന്തോഷം അടക്കാനായില്ല. ഇത് ഹണിമൂൺ ട്രിപ്പിനേക്കാളും മുകളിലാണ്, ഈശാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ചിരിക്കുമ്പോഴും മാധവിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ഈ ആഡംബരത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അവർ കാണാതെ കാത്തു സൂക്ഷിക്കുന്ന ആരോ? അവന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. പിന്നെ റിസോർട്ടിന്റെ മുകളിലെ നിലയിലേക്ക് ഉയർന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നൽ മാത്രം അവന്റെ മനസ്സിൽ ബാക്കിയായി. എന്താ ആലോചിക്കുന്നത്? ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും അവൻ അവളെ തിരിഞ്ഞു നോക്കി. ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവൻ നിന്നത്. അവളും അടുത്തു വന്ന് നിന്നു. നിലമ്പൂരിലെ തണുത്ത കാറ്റ് അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. റിസോർട്ടിന്റെ ലൈറ്റുകൾ രാത്രിയുടെ ഇരുളിൽ സ്വർണ്ണ നിറമായി തിളങ്ങുകയായിരുന്നു. ഒന്നുമില്ല, മാധവ് ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. കള്ളം. ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു. മാധവേട്ടൻ ഇവിടെ എത്തിയത് മുതല് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. മാധവ് കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. ലക്ഷ്മി, അവൻ പതിയെ വിളിച്ചു. അവൾ അവന്റെ മുഖത്ത് നോക്കി. ഒന്ന് മൂളി. നിനക്കെന്നെ വിശ്വാസമാണോ? തന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവ് പതിയെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ലക്ഷ്മി പതിയെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് ഒരുപാട് വിശ്വാസമാണ്. അവളുടെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളെയാണ് മാധവേട്ട. എനിക്ക് വിശ്വസിക്കാൻ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. ആ വാക്കുകൾ കേട്ടതും മാധവിന്റെ കണ്ണുകൾ എന്തോ നിറഞ്ഞു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ ലക്ഷ്മിയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. ലക്ഷ്മിയും പതിയെ അവനിലേക്ക് ചാരി നിന്നു. ആ നിമിഷം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. വാക്കുകൾക്ക് അപ്പുറം എന്തോ ഒന്നാണ് അവർക്കിടയിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അവളുടെ തലമുടിയിഴകൾ മാധവിന്റെ മുഖത്ത് തട്ടിക്കൊണ്ടിരുന്നു. അവന്റെ കൈകൾ കൂടുതൽ കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചുനേരം അവർ അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ഉദയന്റെ ശബ്ദം കേട്ടത്. ഹലോ, ഡിന്നർ കഴിക്കാൻ വരുന്നില്ലേ രണ്ടുപേരും? അത് കേട്ട് ലക്ഷ്മി പെട്ടെന്ന് മാറി നിന്നു. മാധവ് ചെറുതായി ചിരിച്ചു. വാതിക്കൽ ഉദയനും സന്ദീപും നിന്ന് അവരെ നോക്കി ചിരിയടക്കുകയായിരുന്നു. എല്ലാവരും എത്തിയോ? മാധവ് ചോദിച്ചു. നിങ്ങളെ രണ്ടുപേരും കാത്തിരുന്ന് വിശന്ന് മരിക്കാറായി, ഉദയൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് റിസോർട്ടിലെ റെസ്റ്റോറന്റിന്റെ ഭാഗത്തേക്ക് നടന്നു. ആ വലിയ റിസോർട്ടിന്റെ ഓരോ കോണും പുതിയ അനുഭവങ്ങളായിരുന്നു. വലിയ ചാൻഡിലിയറുകൾ, സ്വർണ്ണ നിറത്തിലുള്ള ലൈറ്റുകൾ, മൃദുവായ സംഗീതം, അതെല്ലാം കൂടി അവിടെ ഒരു രാജകീയ ഭംഗി സൃഷ്ടിച്ചിരുന്നു. റെസ്റ്റോറന്റിലേക്ക് കയറിയ നിമിഷം തന്നെ ഒരു സ്റ്റാഫ് അവരെ മുഴുവൻ ആദരവോടെ തന്നെ സ്വീകരിച്ചു. വെൽക്കം സർ, വെൽക്കം മാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രത്യേകമായി ഒരുക്കിയ ടേബിളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് കണ്ടപ്പോൾ ശരത്ത് ചിരിച്ചുകൊണ്ട്, ഇത് റിസോർട്ടാണോ കൊട്ടാരാണോ? അവരൊക്കെ ഇരുന്ന ഉടനെ മാനേജർ തന്നെ മെനു കാർഡുമായി അവരുടെ മുന്നിലേക്ക് വന്നു. സർ, ഞങ്ങളുടെ സ്പെഷ്യൽ മലബാർ ഫുഡും ഇന്ന് അവൈലബിൾ ആണ്, അദ്ദേഹം വളരെ വിനയത്തോടെ പറഞ്ഞു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിഭവങ്ങൾ പറയാൻ തുടങ്ങി. മാധവ് എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്തു. പക്ഷെ ഭക്ഷണം വരാൻ തുടങ്ങിയതോടെ അവർ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചു. അവർ ഓർഡർ ചെയ്തതിലും അപ്പുറം ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങളും ടേബിളുകളിലേക്ക് എത്തി. പ്രത്യേക ജ്യൂസുകൾ, മലബാർ ഡിഷുകൾ, ഡെസേർട്ട് എല്ലാം. ഇത് നമ്മൾ പറഞ്ഞില്ലല്ലോ, നവീൻ അതിശയത്തോടെ പറഞ്ഞു. കോംപ്ലിമെന്ററി ആണ് സർ, മാനേജർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. മാധവിന്റെ കണ്ണുകൾ പതിയെ അയാളിലേക്ക് എത്തി. അയാൾ അവരുടെ ടേബിളിനരികിൽ നിന്നുകൊണ്ടേയിരുന്നു. മറ്റു കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്നില്ല. അതൊക്കെ മാധവ് മാത്രമല്ല, ഉദയനും നവീനും സന്ദീപും സച്ചിയും എല്ലാം ശ്രദ്ധിച്ചിരുന്നു. അവർ തമ്മിൽ കണ്ണുകൾ കൊണ്ട് എന്തോ സംസാരിച്ചു പോയി. എന്തോ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് ആണല്ലോ, ശരത്ത് പതിയെ പറഞ്ഞു. അതെ, മാധവ് ചെറുതായി തലകുലുക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ഐസ്ക്രീമും സാലഡും ഓർഡർ ചെയ്തു. അതും വളരെ സ്പെഷ്യലായി അവരുടെ മുന്നിലെത്തി. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി, ഈശാനി ആവേശത്തോടെ പറഞ്ഞു. റൂമിന്റെ വൈബ് തന്നെ വേറെ ലെവലാണ്, ദേവികയും കൂട്ടിച്ചേർത്തു. അതെ, നവീനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ ഒരു ഫീലിംഗ്. എന്ത് ഫീലിംഗ്? ഉദയൻ കണ്ണുയർത്തി നോക്കി.
ഇവിടെ നമുക്ക് രാജകീയമായ ട്രീറ്റ് അല്ലേ? അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അപ്പോഴാണ് മാധവ് ബിൽ ചോദിച്ചത്. ബില്ല് എത്രയായി? പക്ഷേ മാനേജർ ചെറുതായി ഒന്ന് ചിരിച്ചു. അത് പിന്നീട് പറയാം സർ. അത്രയും പറഞ്ഞ് അയാൾ പോയി. പിന്നീട് പറയാന്നോ? ഇതിലെന്തോ ഒരു സീനുണ്ട്, ഉദയൻ കണ്ണു വലുതാക്കി പറഞ്ഞു. മാധവ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ മനസ്സിലും അതേ സംശയമായിരുന്നു. അതെ, എനിക്കും എന്തൊക്കെയോ തോന്നുന്നു, ശരത്ത് പറഞ്ഞു. അതെ, ഈ തണുപ്പിന്റെയാ. പിന്നെ കൊട്ടാരം പോലത്തെ ആംബിയൻസും ഭാര്യമാരുടെ കൂടി ഹണിമൂൺ ട്രിപ്പും ഈ പ്രത്യേക വൈബും. അപ്പൊ പിന്നെ എന്തെങ്കിലും തോന്നാതിരിക്കോ? നവീൻ ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഇഷാനിയെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും സ്ത്രീകളെല്ലാം കൈ കഴുകാനായി എഴുന്നേറ്റ് പോയിരുന്നു. അവന്റെ ആ നോട്ടം കണ്ടതും ഉദയൻ തലകുലുക്കി ചിരിച്ചു. ഇതിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സന്ദീപ് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഡിവൈഎസ്പി സാറിനും ശോഭനാമയ്ക്കും എങ്ങനെയാണാവോ ഇതുപോലൊരു സാധനം ഉണ്ടായത് എന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് കേട്ടതും എല്ലാവരും ചിരിച്ചു. എടാ, നവീൻ കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി. നിനക്ക് വീട്ടിൽ പോകണ്ടേ? പോകണം. പക്ഷേ ഇങ്ങനൊരു റിസോർട്ടിൽ താമസിക്കാൻ പറ്റിയ ഞാൻ തിരിച്ചു പോകില്ല, ഉദയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ആ ചെറിയ തമാശകളും ചിരികളും കുറച്ചു നേരത്തേക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ അകറ്റിയിരുന്നു. പക്ഷെ മാധവിന്റെ മനസ്സ് മാത്രം പൂർണ്ണമായും ശാന്തമായിരുന്നില്ല. അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ റെസ്റ്റോറന്റിന്റെ ചുറ്റും നടന്നു. സ്റ്റാഫുകൾ, മാനേജർ, സെക്യൂരിറ്റി, അവരെ എല്ലാവരെയും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു മാധവിന്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും ഉദയൻ ചിരിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചതേയുള്ളൂ. ദേ, അപ്പോഴേക്കും ആളിന്റെ കോള് വന്നല്ലോ. അതങ്ങനെയാ. എന്റെ അച്ഛൻ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, അദ്ദേഹം മാനത്ത് കാണും. അപ്പോൾ നമ്മുടെ മുന്നിൽ എങ്ങനെയെങ്കിലും പ്രത്യക്ഷപ്പെടും. ഒന്നുകിൽ നേരിട്ട്, അല്ലെങ്കിൽ ഫോൺ കോളിന്റെ രൂപത്തിൽ. അതാണ് എന്റെ അച്ഛൻ, നവീൻ പറഞ്ഞു. മാധവ് കോൾ എടുത്തു. ഹലോ അങ്കിൾ. അപ്പുറത്തു നിന്ന് നവീന്റെ അച്ഛന്റെ ശാന്തമായ ശബ്ദം കേട്ടു. മാധവ്, എങ്ങനെയുണ്ട്? എല്ലാവർക്കും അവിടെ ഇഷ്ടമായോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ, മാധവ് മറുപടി പറഞ്ഞു. എല്ലാം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അവിടുത്തെ മാനേജറോട്. പിന്നെ ശബ്ദം അല്പം ഗൗരവമായി. നാളെ ഒരു 10 മണിയോട് കൂടിയാവുമ്പോൾ നിങ്ങൾ കോവിലകത്തേക്ക് പോയാൽ മതി. ആ വാക്കുകൾ കേട്ടതും മാധവ് ശ്രദ്ധയോടെ കേട്ടു. നിങ്ങളെ സഹായിക്കാൻ ഒരാൾ അവിടെ വരും. ഉദയ്പുരം കോവിലത്തെക്കുറിച്ചെല്ലാം നന്നായി അറിയുന്ന ഒരാള്. അയാളുടെ ഒപ്പം മാത്രം നിങ്ങൾ ഉദയ്പുരം കോവിലകത്തേക്ക് പോയാൽ മതി. അത് കേട്ടതും മാധവിന്റെ മുഖം പതിയെ ഗൗരവമായി. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അവിടെ പറയരുത്. ബാക്കി എല്ലാവരും മാധവിനെ ശ്രദ്ധിച്ചു. സച്ചിയെയും സന്ദീപിനെയും അവർക്കറിയാം. ബാക്കി ആരെയും അവർക്കറിയില്ല. സന്ദീപിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്ദീപ് മറ്റൊരു വിവാഹം കഴിച്ച കാര്യം ചിലപ്പോ അവന്റെ അച്ഛൻ പറഞ്ഞ് അവർക്കറിയാമായിരിക്കും. അതുകൊണ്ട് അവനിൽ ചെറിയൊരു രൂപമാറ്റം വരുത്തി വേണം പോകാൻ. അത് കേട്ട് സന്ദീപ് ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. നിങ്ങൾ എല്ലാവരും സച്ചിയുടെ കോളേജ് ഫ്രണ്ട്സ് ആണ്, അങ്ങനെ മാത്രം പറയണം. ഞാൻ പറഞ്ഞ ആൾ എത്തിയ ശേഷം മാത്രം കോവിലകത്തേക്ക് പോകുക. അങ്കിൾ, മാധവ് എന്തോ പറയാനായി വിളിച്ചതും അത് മുൻകൂട്ടി മനസ്സിലായതുപോലെ, ഒന്നും ഇപ്പൊ ചോദിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അതും പറഞ്ഞ് അദ്ദേഹം കോള് കട്ട് ചെയ്തു. ഫോൺ മേശപ്പുറത്ത് വെച്ചു. മാധവ് ആലോചനയോടെ ഇരുന്നു. ടേബിളിൽ ഒരു നിശബ്ദത പടർന്നു. എല്ലാവരും അവനെ തന്നെ നോക്കുകയായിരുന്നു. എന്താ മാധവ് നീ ആലോചിക്കുന്നത്? ഉദയൻ ചോദിച്ചു. എനിക്ക് അങ്കിളിപ്പോ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. മാധവ് പതിയെ ചിരിച്ചു. എന്റെ അച്ഛനിലോ? നവീൻ അമ്പരന്ന് ചോദിച്ചു. അതെ. മാധവ് കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു. ഈ റിസോർട്ട്, ഇവിടെ നമ്മൾ എത്തിയ നിമിഷം മുതൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ്, ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങള്, എന്തൊക്കെയോ നമുക്ക് അറിയാത്തത് ഇവിടെ നടക്കുന്നത് പോലെ തോന്നുന്നു. എന്താ നിന്റെ സംശയം? ഉദയൻ ഗൗരവത്തോട് ചോദിച്ചു. മാധവ് കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു. നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ലേ? ലക്ഷ്മിയെ ആരോ സംരക്ഷിക്കുന്നുണ്ടെന്ന്, ആരോ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അവൾ അപകടത്തിൽ പോകാൻ പോകുന്ന ഓരോ സമയത്തും ആരോ മുന്നിലെത്തുന്നു. ആ ഒരാള് അങ്കിളാണോ? ആ വാക്കുകൾ കേട്ടതും എല്ലാവരും ഞെട്ടി. നവീൻ ഞെട്ടലോടെ മാധവിനെ നോക്കി. പതുക്കെ നേരെയിരുന്നു. നീ പറയുന്നത് എന്റെ അച്ഛന് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്നാണോ? അറിയില്ല, പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചേർത്ത് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഈ റിസോർട്ട് പോലും നമ്മൾ വരുന്നതിന് മുമ്പേ എല്ലാം റെഡിയായിരുന്നു. നമ്മളെ ആരോ കാത്തിരുന്നത് പോലെ. നീ പറഞ്ഞപ്പോ എനിക്കും ഇപ്പോ സംശയം തോന്നുന്നുണ്ട്.
ശരത്ത് ആലോചനയോട് പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ, സച്ചി ചോദിച്ചു, അങ്കിള് ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ആ ചോദ്യം കേട്ടതും മാധവിന്റെ കണ്ണുകൾ പതിയെ ലക്ഷ്മിയിലേക്ക് നീങ്ങി. കുറച്ചകലെ നിന്നുകൊണ്ട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വാശേരിയിൽ നിന്നും നടന്നു വരികയാണ് അവൾ. ഒന്നും അറിയാതെ, ഒന്നും സംശയിക്കാതെ ആ മുഖത്ത് നോക്കുമ്പോൾ മാധവിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു വന്നത്. അവൾക്ക് വേണ്ടി താൻ എല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ, അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും സ്ത്രീകൾ കൈ കഴുകി തിരികെ വരുന്നത് ബാക്കിയുള്ളവരും കണ്ടു. അവരെ കണ്ടതും ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ഒരു സംശയം മാത്രം ബാക്കി നിന്നു. നവീന്റെ അച്ഛൻ ശരിക്കും ആരാണ്? അദ്ദേഹത്തിന് ഉദയപുരം കോവിലകവുമായി എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ പോയി കൈ കഴുകുന്നില്ലേ? സ്ത്രീകളെല്ലാം അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആ ഞങ്ങള് കൈ കഴുകിയിട്ട് വരാം, ഉദയൻ ഉടനെ പറഞ്ഞു. നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്തന്വേഷിക്കാൻ? സാന്ദ്ര കണ്ണു ചുരുക്കി ചോദിച്ചു. അത് കേട്ടതും ഉദയൻ ഒന്ന് പതറി. അല്ല, ഇവിടെ പോകാൻ പറ്റിയ സ്ഥലങ്ങളും മറ്റും അറിയണ്ടേ? നാളെ എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്, എവിടെയൊക്കെയാ പോകാൻ പറ്റുന്നത്, അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കാമെന്ന് കരുതി. അതെ, ഉടനെ നവീനും പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്ഥലങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കണ്ടേ? സാന്ദ്ര സംശയത്തോടെ അവരെ നോക്കി. സത്യം പറയാം മനുഷ്യ, അവൾ ഉദയനെ നോക്കി. നിങ്ങളെല്ലാവരും കൂടി മദ്യപിക്കാൻ പോകുന്നതല്ലേ? അത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്റെ പൊന്നു സാന്ദ്ര, ഉദയൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ മദ്യപിക്കാറില്ലല്ലോ. അതും ശരിയാണല്ലോ, ഇഷാനി പറഞ്ഞു. പിന്നെന്താ പരിപാടി? പറഞ്ഞില്ലേ, ഇവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും പോകാൻ പറ്റിയ ഇടങ്ങളെക്കുറിച്ചും ഒന്ന് ചോദിച്ചറിയണം, മാധവ് ശാന്തമായി പറഞ്ഞു. അവന്റെ കണ്ണുകൾ അപ്പോൾ ലക്ഷ്മിയിലേക്ക് എത്തിയിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരോടും കൂടി ഇങ്ങനൊരു യാത്ര, അതിന്റെ ആവേശം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. പൊയ്ക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, മാധവ് പതിയെ പറഞ്ഞു. ലക്ഷ്മി ചെറുതായി തലകുലുക്കി. പിന്നെ പെൺകുട്ടികളെല്ലാം കൂടി ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് നടന്നു. അവർ പോയതും ആൺകുട്ടികളുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. എല്ലാവരും ഒരുമിച്ച് കൈ കഴുകി പുറത്തേക്ക് നടന്നു. റിസോർട്ടിന്റെ പുറത്തുള്ള ഗാർഡൻ ഭാഗം രാത്രിയുടെ തണുപ്പില് കൂടുതൽ മനോഹരമായി തോന്നി. ചുറ്റും ചെറിയ ലൈറ്റുകൾ തെളിഞ്ഞു നിന്നു. പൂക്കളുടെ മണം കലർന്ന കാറ്റ് മെല്ലെ വീശുന്നുണ്ടായിരുന്നു. അകലെയൊക്കെയായി വെള്ളം ഒഴുകുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. പക്ഷേ ആ ഭംഗിയോ ആ തണുപ്പോ അവരുടെ മനസ്സിൽ തൊടുന്നില്ലായിരുന്നു. എല്ലാവരുടെയും മനസ്സും ഇപ്പോ ഒരേ ചിന്തയായിരുന്നു. അവർ ഒരു വട്ടമായി അവിടെയുള്ള ബെഞ്ചുകളിൽ ഇരുന്നു. കുറച്ചുനേരം ആരും ഒന്നും പറഞ്ഞില്ല. ആ മൗനം തകർത്തത് നവീനായിരുന്നു. ഇപ്പൊ മാധവ് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അത് കേട്ടതും എല്ലാവരും അവിടെ നോക്കി. എന്ത് സംശയം? ശരത്ത് ചോദിച്ചു. നവീൻ ഒന്ന് ദീർഘമായി ശ്വാസം വിട്ടു. എന്റെ അച്ഛന് ഇങ്ങനെ ആരുമായും അടുപ്പം വെക്കാൻ ഇഷ്ടമല്ല. ചെറുപ്പം മുതല് ഞാൻ കാണുന്നതാണ്. ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ പോലും അച്ഛനൊരു ദൂരം പാലിക്കും. കാരണം ഒരാളോട് അടുത്താൽ പിന്നെ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അച്ഛന് സഹായിക്കേണ്ടി വരും. തെറ്റാണോ ശരിയാണോ എന്ന് പോലും നോക്കാതെ. അതുകൊണ്ടാണ് അധികം ആളുകളുമായി ഇടപഴകാത്തത് എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അത് ശരിയാണ് എന്ന് തോന്നി. നീ പറഞ്ഞത് ശരിയാണ്. കാരണം നമുക്ക് പരിചയമുള്ള സുരേന്ദ്രൻ നായർ ശരിക്കും അങ്ങനെ ഒരു ആളായിരുന്നു. ആദ്യം കണ്ടപ്പോ ഒന്നും ഒരുപാട് നമ്മളോട് സംസാരിച്ചിട്ടില്ല. ശോഭനാമ നന്നായിട്ട് സംസാരിക്കായിരുന്നെങ്കിലും നിന്റെ അച്ഛൻ എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നു. കുറച്ചുനാൾ മുമ്പാണ് അദ്ദേഹം ടൗണിൽ നിന്നും താമസം മാറി ഇങ്ങോട്ട് വന്നതും വീട്ടിൽ വരുന്നതും മാധവിന്റെ അച്ഛനോടും എന്റെ അച്ഛനോടുമായിട്ട് ഒരു സൗഹൃദം കൂടുന്നതും. പിന്നെ ഇടയ്ക്കിടെ തങ്ങളുടെ വീട്ടില് സന്ദർശകനായി പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടു തുടങ്ങി. പ്രത്യേകിച്ച് സഞ്ജയുടെ കാര്യം വന്നപ്പോൾ. ശരിയല്ലേ? ഉദയൻ പറഞ്ഞു. ശരിയാ നിങ്ങൾ പറഞ്ഞത്. അച്ഛൻ സഞ്ജയുടെയും ഹരിയുടെയും കാര്യത്തില് നല്ല താല്പര്യം കാണിച്ചിട്ടുണ്ട്. എപ്പോഴും അന്വേഷിക്കായിരുന്നു അവരുടെ കാര്യങ്ങൾ. ഈശ്വരന്റെ കാര്യത്തിൽ എന്നാൽ അത്രയും ഉണ്ടായിട്ടില്ല. കാരണം അത് ലക്ഷ്മിയെ ഒരുപാട് ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. ശരിയല്ലേ? നവീൻ ചോദിച്ചു. അതെ, ശരിയാണ്, ശരത്ത് പറഞ്ഞു. പക്ഷെ ഇപ്പോ ലക്ഷ്മിയുടെ കാര്യത്തില് അച്ഛന്റെ പെരുമാറ്റം മറ്റൊന്നായിരുന്നു, നവീൻ വീണ്ടും പറഞ്ഞു. നമ്മളോടും പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ കാര്യത്തിലും അച്ഛൻ കുറച്ചധികം ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നു. അമ്മയ്ക്ക് ലക്ഷ്മിയെ അറിയാമെന്നത് കൊണ്ടാകാം. പക്ഷെ അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ നിർത്തി. ആ ചോദ്യം അവിടെ ഇരുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നു. മാധവ് പതി തലയുയർത്തി. നിനക്കെന്താ തോന്നുന്നത്? മാധവ് ചോദിച്ചു. നവീൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇരുന്നു.
പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, അച്ഛന് ഉദയപുരം കോവിലകമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ വാക്കുകൾ കേട്ടതും ഒരു തണുത്ത കാറ്റ് അവിടെ ഇടയിലൂടെ വീശി പോകുന്നത് പോലെ തോന്നി. എടാ, ഇതൊക്കെ സിനിമയിൽ നടക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങളല്ലേ? പക്ഷെ ഇപ്പോ നമ്മുടെ ജീവിതത്തിലും അതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സച്ചി ഗൗരവത്തോടെ പറഞ്ഞു. ഇതുവരെ നടന്നതൊന്നും സാധാരണമല്ല. മാധവ് നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓടിയെത്തിയത് സുരേന്ദ്രൻ നായർ പറഞ്ഞ ഓരോ വാക്കുകളുമായിരുന്നു. നിങ്ങളുടെ യഥാർത്ഥ പേര് പറയരുത്. ഒരാളെത്തും, അയാളുടെ ഒപ്പം മാത്രം പോകണം. ഇതെല്ലാം എങ്ങനെ? അയാളെ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? എന്തിനാണ് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട കാര്യത്തില് അദ്ദേഹം ഇത്ര ശ്രദ്ധ കൊടുക്കുന്നത്? മാധവ് തല ഉയർത്തി റിസോർട്ടിന്റെ മുകളിലെ നിലയിലേക്ക് നോക്കി. ഇരുണ്ട ബാൽക്കണിയിൽ ഒരു നിഴൽ അനങ്ങിയതുപോലെ അവന് ഒരു നിമിഷം തോന്നി. പക്ഷെ അടുത്ത നിമിഷം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. എന്താടാ? ഉദയ് ചോദിച്ചു. ഒന്നുമില്ല, മാധവ് പതിയെ പറഞ്ഞു. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു കാര്യം കൂടുതൽ ഉറപ്പായി വരികയായിരുന്നു. അവർ ഈ യാത്രയിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ കാലുവേദന വീണ്ടും വന്നു. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര പെയിൻ ആയിരുന്നു. അതുകൊണ്ടാട്ടോ സ്റ്റോറി തരാഞ്ഞത്. എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ താലിയോഗം എന്ന സ്റ്റോറി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് കാണാം. ബൈ, ലവ് യു ഓൾ.